നമസ്കാരം. ജനയുഗം ഓൺലൈൻ സഹപാഠിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജി ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 8ാം ക്ലാസ് ബയോളജിയുടെ 1ാം ഭാഗമായ ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് അഥവാ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. എന്താണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ? നിങ്ങളെല്ലാവരും ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിച്ചിട്ടുമുണ്ടാകും. എങ്ങനെയാണ് അത് വെച്ച് ഓരോ രൂപങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നത്? ഓരോ ചെറിയ ചെറിയ ബ്ലോക്സ് ഒന്നിച്ചു ചേർന്ന് അതിനൊരു പൂർണ്ണമായ ഒരു രൂപം നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ അതൊരു വൃക്ഷത്തിൻ്റെ ആകാം, ഒരു വീടിൻ്റെ ആകാം, എന്തു തന്നെ ആയാലും ചെറിയ ചെറിയ കട്ടകൾ അടുക്കി അടുക്കി വെച്ച് ഒരു പൂർണ്ണതയായ രൂപം അത് കൈവരിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതെന്ന്? നമ്മുടെ ശരീരവും സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സെൽസ് അഥവാ കോശം. So we can say that cells are the basic unit of life. Cells are the basic unit of life. Like the building blocks of our life are cells. നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ടകൾ, അതായത് ബിൽഡിംഗ് ബ്ലോക്സ് ചേർന്ന് പൂർണ്ണതയായ ഒരു രൂപം കൈവരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ആണ് സെൽസ് അഥവാ കോശങ്ങൾ. ഇനി എന്താണ് കോശങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവനുള്ള ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജീവനുള്ള എല്ലാ ഓർഗാനിസംസും സെൽസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ സെൽസ് കണ്ടിട്ടുണ്ടോ? സെൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെൽസ് സിംഗിൾ സെല്ലാണ് എഗ്. അതിൽ തന്നെ ഏറ്റവും വലുതാണ് ഓസ്ട്രിച്ച് എഗ്. വേൾഡ്സ് ലാർജസ്റ്റ് സിംഗിൾ സെൽ ഇസ് ഓസ്ട്രിച്ച് എഗ്. All the eggs are single cell, but world's largest single cell is ostrich egg. അങ്ങനെയാണെങ്കിൽ ഓരോ സെൽസും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ടൈപ്പ് സെല്ലാണെങ്കിൽ നമ്മുടെ പക്ഷികൾക്കുള്ളത് വേറൊരു ടൈപ്പ് സെല്ലായിരിക്കും, അല്ലെങ്കിൽ സസ്യങ്ങൾക്കുള്ളത് വേറൊരു ടൈപ്പ് സെല്ലായിരിക്കും. ഓരോ സെല്ലും അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഒരു ഉപകരണത്തെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് കാണുവാൻ കഴിയാത്ത വസ്തുക്കളെ കാണുവാനായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. എല്ലാ കോശങ്ങളും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇനി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എങ്ങനെ മെറ്റീരിയൽ ഒബ്സർവ് ചെയ്യാം എന്ന് നോക്കാം. മൈക്രോസ്കോപ്പിലേക്ക് വയ്ക്കേണ്ട മെറ്റീരിയൽസ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ആ മെറ്റീരിയൽസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്? പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽസ്. അസ്യൂം ദാറ്റ് വി ആർ ടേക്കിംഗ് എ പ്ലാന്റ് സെൽ. നമ്മളൊരു പ്ലാന്റ് സെല്ലാണ് മെറ്റീരിയലായിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്റ്റെമ്മോ ലീഫോ എന്തായാലും സെലക്ട് ചെയ്യുക. അതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിനെ വെള്ളമുള്ള ഒരു പെട്രി ഡിഷിലേക്ക് മാറ്റുക. ഇത് ഡീഹൈഡ്രേഷൻ തടയാനായിട്ടാണ്. അതിനുശേഷം അതിൽ നിന്ന് ഒരു സ്റ്റെം കട്ടിങ് എടുത്ത് ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ ചെറിയ തിൻ സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്ത് മാറ്റിയ സെക്ഷൻസിനെ പതിയെ നമ്മൾ ഒരു ഗ്ലാസ് പ്ലേറ്റിനകത്ത്, വെള്ളമുള്ള ഗ്ലാസ് പ്ലേറ്റിലോട്ട് മാറ്റുക. അതിൽ നിന്നും ഫൈൻ സെക്ഷൻസ് ശേഖരിച്ച് അതിനെ സ്റ്റെയിനുള്ള മറ്റൊരു ഗ്ലാസ് പ്ലേറ്റിലോട്ട് മാറ്റുക. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്ലൈഡിലേക്ക് നമുക്ക് നിരീക്ഷിക്കുവാൻ ആവശ്യമായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്ലൈഡിലോട്ട് ആ വസ്തുവിനെ മാറ്റം ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്യുക. എന്തിനാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്? അതും ഡീഹൈഡ്രേഷനും എയർ ബബിൾസും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനാണ്. യൂസിങ് എ നീഡിൽ
പുട്ട് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനെ ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ യൂസ് ചെയ്ത് തുടച്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് മൈക്രോസ്കോപ്പിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണോ ആ മെറ്റീരിയലിൻ്റെ സെല്ല്, ആ മെറ്റീരിയലിന് അകത്ത് ഏതൊക്കെ സെൽസാണുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ സ്റ്റേജസ് വിച്ച് വി ഹാവ് ടു ബി യൂസ്ഡ് വൈൽ പ്രിപ്പയറിംഗ് മെറ്റീരിയൽസ് for watching under a microscope. And who discovered cell? Cell ആദ്യം ആരാണ് ഡിസ്കവർ ചെയ്തെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റോബർട്ട് ഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായി സെൽ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്തൂടെ കണ്ടത്. ആദ്യമായി ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു സെല്ലിനെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ്, യൂസിങ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അദ്ദേഹം കോർക്കിൻ്റെ ഒരു സെക്ഷനാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിനടിയിലൂടെ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ കാണുവാൻ സാധിച്ചത് അതിനകത്തെ കുഞ്ഞു കുഞ്ഞു അറകളാണ്. ആ കുഞ്ഞു കുഞ്ഞു അറകളെ അയാൾ സെൽ എന്ന് വിളിച്ചു. ഹി നെയിം സെൽസ് ആസ് സെൽസ്. സെൽസിന് സെൽസ് എന്ന് പേര് കൊടുത്ത സയൻറ്റിസ്റ്റാണ് റോബർട്ട് ഹുക്ക്. Then, what is called as the study of cells? Study of cellsനെ എന്ത് വിളിക്കും? Study of cells is known as cell biology. Study of cells is known as cell biology. Moving on to the next portion, cell theory. Schleiden and Schwann എന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. Schleiden and Schwann. Schleiden എന്നും Schwann എന്നും പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് ഈ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. മറ്റനേകം സയൻറ്റിസ്റ്റിൻ്റെ പഠനത്തോടൊപ്പം ഇവരുടെ കൂടെ ചില നിഗമനങ്ങൾ കൂട്ടിച്ചേർത്താണ് സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് all living organisms are made up of cells. All living organisms are made up of cells. All living organisms are made up of cells. The second theory states that cells are the structural and functional unit of life. Cells are the structural and functional unit of life. So first theory states that all living organisms are made up of cells, and second theory states that cells are the structural and functional unit of life. This theory is formulated by Schleiden and Schwann. There are so many functions for cells. ഒരു സെല്ലിന് തന്നെ പല തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഈ എല്ലാ ഫങ്ഷൻസും ക്യാരി ചെയ്യാൻ ഒറ്റയ്ക്ക് സെല്ലിന് സാധിക്കില്ല. അതിനാൽ സെല്ലിനകത്ത് മറ്റനേകം കുഞ്ഞു ഓർഗനൽസ് വന്നു മറ്റനേകം കുഞ്ഞു ഓർഗനൽസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ഓർഗനൽസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഓർഗനൽസ് ഇൻസൈഡ് എ സെൽ. First one is nucleus. Second one is cell wall. Third one, endoplasmic reticulum. The other one, ribosome. Mitochondria. Vacuoles, and in case of plant cell there are chloroplasts. ഇതാണ് സെൽ ഓർഗനൽസ്. ചില സെൽ ഓർഗനൽസ്, ഇനിയും ധാരാളം സെൽ ഓർഗനൽസ് കാണപ്പെടുന്നുണ്ട്. എന്നാലും മേജർ ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഇവയൊക്കെയാണ്.
ന്യൂക്ലിയസ്, സെൽ വാൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, മൈറ്റോകോൺഡ്രിയ, വാക്യൂൾസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇവയെല്ലാം ഈ സെല്ലിനകത്തെ ഈ ഓർഗനൽസിനെല്ലാം നമുക്കൊരു സ്കൂളിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. ഒരു സ്കൂളിൽ മെയിൻ ആയിട്ടുള്ള ഹെഡ് ആരായിരിക്കും? പ്രിൻസിപ്പൽ അല്ലേ? ലൈക്ക് ദാറ്റ് ഇൻസൈഡ് എ സെൽ the principal is nucleus because it control and coordinates all the functions inside a cells. ഒരു സെല്ലിനകത്തുള്ള എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ആര്? ന്യൂക്ലിയസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സെൽ വാൾ. ഒരു സ്കൂളിനകത്തെ റിസോഴ്സസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ട്? സ്കൂളിൻ്റെ ബൗണ്ടറി വാൾ ഉണ്ട് അല്ലേ? അതുപോലെ ഒരു ഗേറ്റും ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ സെല്ലിലെ സെൽ വാൾ. ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനും ആ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമായിട്ടുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാനുമായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? സെൽ വാൾ. Then the third one is endoplasmic reticulum. This endoplasmic reticulum is act as a pune in a school because it transport all the materials like conduction of materials inside a cell. So endoplasmic reticulum it act as a pune in a school. Sorry, another one is there, Golgi complex. Ribosome is the center of protein synthesis. Ribosome acts as the center of protein synthesis. And mitochondria is there. Mitochondria is the powerhouse of cells. Which is the powerhouse of a school? Powerhouse of a school is students, right? Like that, mitochondria is the powerhouse of a cell. Then, vacuoles. Vacuoles are the cell organelles which collect waste materials. It functions as a toilet in a school. That is, it collects water, salts and excess waste material inside a cell. Then there is chloroplast. Chloroplast is a kitchen in a school. ഒരു സ്കൂളിലെ കിച്ചൺ അല്ലെങ്കിൽ ക്യാൻറ്റീൻ എന്ന് ക്ലോറോപ്ലാസ്റ്റിനെ വിളിക്കാം. ബിക്കോസ് ഇൻ പ്ലാന്റ്സ് ദ സെൽ ഓർഗനൽ ക്ലോറോപ്ലാസ്റ്റ് ഇസ് ദ റീസൺ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് മെറ്റീരിയൽസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? ഫൈനലി ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സ് ഇസ് ദ teacher in a school. It can be called as a teacher in a school. What is the function of a teacher in a school? The teacher will collect all the enzyme secretions. Okay, they collect all the assignments, all the projects, all that. അതുപോലെ നമ്മുടെ സെല്ലിനകത്ത് ടീച്ചറാണ് ആര്? മൈറ്റോകോൺഡ്രിയ. It collects all the secretions and enzyme in the cells. Then these cells can be broadly classified into two: prokaryotic cell and eukaryotic cell. In prokaryotic cell, true nucleus is absent. And in eukaryotic cell, true nucleus is present. The organisms having prokaryotic cell are bacteria and mycoplasmas. Those having eukaryotic cell are man, animals, birds and so on. So, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിത്തൗട്ട് സെൽ വി കാൺ സർവൈവ്. ബിക്കോസ് സെൽസ് കൊണ്ടാണ് നമ്മളെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ശരീരം തന്നെ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ വിത്തൗട്ട് സെൽസ് ഈ വേൾഡ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനേ സാധിക്കത്തില്ല. സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.